ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വീണ്ടും റെയ്ഡ്. തന്ത്രി കണ്ഠരര് രാജീവരുടെ 2 കോടി രൂപ സൂക്ഷിച്ചിരുന്ന നെടുമ്പറമ്പിൽ ക്രെഡിറ്റ്സ് സിൻഡിക്കേറ്റിലാണ് റെയ്ഡ് നടക്കുന്നത്. തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ രാജുവിന്റെ ഓഫീസിലാണ് ഇഡി റെയ്ഡ്. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രാജു നേരത്തെ അറസ്റ്റിൽ ആയിരുന്നു. ഗൂഗിൾ രമേശ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗൂഗിൾ, ഇപ്പോൾ ഈ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഇവിടെ നടക്കുന്ന റെയ്ഡിൽ ഇഡി നൽകുന്ന വിശദീകരണം എന്താണ്? എപ്പോഴാണ് ഈ പരിശോധന ആരംഭിച്ചത്? നിക്ഷേപ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് കേസുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനം. അത്തരം കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഇഡിയുടെ റെയ്ഡ് പ്രധാനമായിട്ടും നടക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഈ ഫൈനാൻസ് സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടായിരുന്നു. 2.5 കോടി രൂപയോളം ഈ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ടായിരുന്നതായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇഡി അന്വേഷണം പുരോഗമിക്കുന്ന വേളയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരശേഖരണം കൂടി ഈ റെയ്ഡിന്റെ ഭാഗമായിട്ട് നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതലാണ് ഇഡി തിരുവല്ലയിലെത്തി ഈ നെടുമ്പറമ്പിൽ ഫൈനാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉടമ NM രാജു, അയാളുടെ വീട്ടിലുൾപ്പെടെയാണ് ഇഡിയുടെ റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ വർഷം 2024 നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇതിനെതിരെ ഈ സ്ഥാപനത്തിനെതിരായിട്ട് വലിയ കേസുകളൊക്കെ ഉണ്ടായത്. പോലീസാണ് കേസ് അന്വേഷിച്ചത്. അതിനുശേഷം NM രാജുവിനെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. അതിനുശേഷം ഈ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരശേഖരണത്തിനാണ് ഇഡിയും ഈ കേസിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഈ നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വിവരശേഖരണമാണ് ഇഡി ഇന്ന് നടത്തുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ഇഡി സംഘമാണ് ഇവിടെ എത്തി പരിശോധന നടപടികൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ടും ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരശേഖരണം കൂടി ഈ കൂട്ടത്തിൽ നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി രൂപയാണ് ഈ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത്. ഈ സ്ഥാപനം അതിനുശേഷം കഴിഞ്ഞ വർഷം പൂട്ടിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തന്ത്രി ഈ തുക നഷ്ടപ്പെട്ടതിൽ പരാതി ഒന്നും തന്നെ കൊടുത്തിരുന്നില്ല. അത് വലിയ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. അതായത് അന്വേഷണ സംഘത്തിന് തന്ത്രിയെ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഈ കാര്യമടക്കം SIT സംഘം ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പരാതിപ്പെടാതിരുന്നത് എന്നുള്ള കാര്യങ്ങളിലടക്കം തന്ത്രിയുടെ മൊഴി ശേഖരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. തന്ത്രി പണം തിരികെ ആവശ്യപ്പെടാത്തതാണ് ഈ സംശയനിഴലിൽ നിർത്തിയത്. അതിനുശേഷം വീണ്ടും ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് അന്വേഷണ പരിധിയിലേക്ക് വരികയായിരുന്നു. SIT അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ എത്തും എന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തായാലും ഇഡിയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തി പരിശോധന നടപടികൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. NM രാജു എന്ന് പറയുന്നത് ഇടതുമുന്നണിയിലെ പ്രമുഖനായിട്ടുള്ള നേതാവ് കൂടിയിട്ടാണ്. അയാൾ കേരള കോൺഗ്രസ് എമ്മിന്റെ മുൻ സംസ്ഥാന ട്രഷററും മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള ആൾ കൂടിയിട്ടാണ്. ഇയാളെ നേരത്തെ തിരുവല്ല പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്തിരുന്നതുമാണ്. എന്തായാലും ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ട് ഇനി അറിയേണ്ട വസ്തുത. അതോടൊപ്പം തന്നെ CPMന്റെ നേതാക്കൾ, ജില്ലയിലെ നേതാക്കളടക്കം ഈ ബാങ്കിനെതിരായിട്ട്, പ്രത്യേകിച്ച് തന്ത്രി അറസ്റ്റിലായതിനു ശേഷം ഈ ബാങ്കിനെതിരായിട്ടും അതോടൊപ്പം തന്നെ ആന്റണി MP ഈ ബാങ്കിൽ നിന്നും അനധികൃതമായിട്ട് 2.5 കോടി രൂപ കൈപ്പറ്റിയതായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് ഇടതു നേതാക്കൾ, ഉദയഭാനു അടക്കമുള്ള പത്തനംതിട്ട ജില്ലയിലെ ഇടതു നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തന്ത്രി 2.5 കോടി നിക്ഷേപിച്ചു, അത് തിരികെ വാങ്ങിയില്ല. പക്ഷേ അതിനുശേഷം പൂട്ടിപ്പോയതിനു ശേഷം 2.5 കോടി രൂപ ആന്റണി MP ഈ സ്ഥാപനത്തിൽ നിന്നും അനധികൃതമായിട്ട് കൈപ്പറ്റി, അത് വലിയ സംശയം ജനിപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വിഷയങ്ങളിലൊക്കെ തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇഡിയുടെ വിവരശേഖരണം, റെയ്ഡ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അവിടെയും NM രാജുവിന്റെ വീട്ടിലുമാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണ സംഘങ്ങളുടെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്.